അവനെഴുതി എറിഞ്ഞൊരു ബൗൺസർ മാവിൻ്റെ ഇടയിൽ കൂടെ പോയി ഓടിച്ചിട്ടടിച്ചതാണ്. മാവ് വന്ന് കണ്ണിക്കൊണ്ടു. ഇഫ് യുവർ പാരൻസ് ആർ അലൈവ്, ഐ എം ബെഗ്ഗിങ് യു, ഐ എം ബെഗ്ഗിങ് യു. എല്ലാം വായിക്കുന്ന ഒരേ ഒരാൾ എൻ്റെ അപ്പനാണ്. ജോസഫ് അപ്പനെ കുറിച്ചുള്ള ഭാഗങ്ങൾ കണ്ണീരണിയിച്ചു. എടി നോക്കിയടി കണ്ടാ, ഞാൻ വീക്ക്നെസ് എന്ന് കരുതിയ എൻ്റെ അപ്പനും അമ്മയാണ് എൻ്റെ ഏറ്റവും സ്ട്രെങ്ത്. ഒരു പടത്തിലെ വില്ലനായിരുന്നു ഞാൻ. ചിരിച്ചിരി ചതിയൻ. കഴിഞ്ഞ ദിവസം ചേട്ടൻ്റെ പിള്ളേരൊന്ന് ക്രിക്കറ്റ് കളിച്ച് ഈ ഗ്ലാസ് സ്റ്റൈലിൽ വെച്ചതല്ല, ഇവിടെ അവനെഴുതി എറിഞ്ഞൊരു ബൗൺസർ മാവിൻ്റെ ഇടയിൽ കൂടെ പോയി ഓടിച്ചിട്ടടിച്ചതാണ്. മാവ് വന്ന് കണ്ണിക്കൊണ്ടു. ഇവിടെ കൃഷ്ണമണിക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു. സൈഡിൽ തട്ടി 6 തുള്ളിമരുന്നൊക്കെ ഉണ്ട്. അമ്മ വിളിച്ച് ചോദിക്കുകയാണ്, തുള്ളിമരുന്ന് അടിച്ചാൽ ഓർത്തോന്നേ. ഹാർഷായിട്ടേ ചോദിക്കുള്ളൂ, മോനെ നിന്റെ കണ്ണിൽ തുള്ളിമരുന്ന് ഒരമ്മയും ചോദിക്കാൻ പോളാം. തുള്ളിമരുന്ന് ഒഴിച്ചാ? ആ ഒഴിച്ചു. ഇപ്പം എന്നോട് ചോദിക്കുമ്പോൾ തുള്ളിമരുന്ന് വെച്ചോ? ഒഴിച്ചമ്മേ. പണ്ടായി ചോദിക്കും, എന്തിനും ഒച്ചയെടുക്കാൻ ഒഴിച്ചോളാം. മക്കളെ, ഇഫ് യുവർ പാരൻസ് ആർ അലൈവ്, ഐ എം ബെഗ്ഗിങ് യു, ഐ എം ബെഗ്ഗിങ് യു. തിരക്കേടില്ലാണ്ട് സ്നേഹിച്ചവരാണെങ്കിൽ ഇനി അവരോട് ചൂടാവാനും നിൽക്കരുത്. ജസ്റ്റ് സെലിബ്രേറ്റ് ദം. എൻ്റെ അപ്പനൊക്കെ തിരുത്തി ഞാൻ മടുത്തത്. അതെന്താ നിന്നെ അവർക്ക് അറിയാത്തതെന്ന് വെച്ചാൽ, ഞാൻ ഒരു മകന് തിരിഞ്ഞ് ഞാൻ എന്തു പറയും? എനിക്ക് അവരുടെ കത്തുകളൊക്കെ പുള്ളി പൊട്ടിച്ച് വായിക്കും. എനിക്ക് നിങ്ങൾ മറ്റൊരു റിക്വസ്റ്റ്, ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ നല്ല കമൻറ്റ് ഇടണം. എല്ലാം വായിക്കുന്ന ഒരേ ഒരാൾ എൻ്റെ അപ്പനാണ്. വെറുതെ ജോസഫ് അപ്പനെ കുറിച്ചുള്ള ഭാഗങ്ങൾ കണ്ണീരണിയിച്ചു. എടി നോക്കിയടി കണ്ടാ, ആ മനുഷ്യൻ എൻ്റെ അടുക്കളയിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു കാണുമ്പോൾ ഞാൻ ആ വാതിക്കൽ നിന്നിട്ട് ഇങ്ങനെ ദൈവത്തെ നോക്കി, ദൈവമേ നന്ദി, തെറിയിടരുത് ദൈവത്തീർത്ത്. അങ്ങനെ മനുഷ്യരുണ്ടല്ലോ. എന്നാ പിന്നെ 2 തെറിക്കത്തെഴുതാം. ഇയാളുടെ തന്തേക്കാണോ തന്ത? മനുഷ്യൻ തകർന്നു, ഒരു അറ്റാക്കൊക്കെ ഒന്ന് മനുഷ്യനാണ്. കൂടുതലൊന്നും പറയാനില്ലേ, 10 മിനിറ്റ് ഉണ്ട്. നമുക്ക് 5 മണി വരല്ലേ സെഷൻ. ഇത് കഴിഞ്ഞിട്ട് ഈ വേദി ആരും ഫ്രീ ആണോ എന്ന് വെച്ച് നിൽക്കണമെന്നില്ല എന്നുള്ള 2 ഓപ്ഷനാണ്. ഒന്ന് 10 മിനിറ്റ് നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാം. വേദി കഴിഞ്ഞ് ഫ്രീ ആണെന്നാണ് പറയുന്നത്. മേ ബി വേണമെങ്കിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒന്നിനും നേരെ ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ കോണ്ടന്റിലേക്ക്. എന്താ വേണ്ടത്? ചോദ്യങ്ങളൊന്നും ഇല്ലല്ലേ? ഇത് വെബ് സീരീസ് ഒക്കെ ആയിട്ട് ഇറക്കേണ്ടി വരും നിങ്ങൾ, കണ്ടമായിട്ട്. ഞാൻ വീക്ക്നെസ് എന്ന് കരുതിയ എൻ്റെ അപ്പനും അമ്മയാണ് എൻ്റെ ഏറ്റവും സ്ട്രെങ്ത്. ഒരിടയ്ക്ക് എല്ലാവരും ഇയാളെന്നിട്ട് എല്ലാവരും അപ്പനും അമ്മേനെ കുറിച്ച് പറയാം. അതോടെ നല്ല അപ്പനും അമ്മയാണ് എൻ്റെ. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മക്കളെ ഇപ്പം കല്യാണം കഴിച്ച് മക്കളുള്ളവരുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കയറ്റിയിട്ടിട്ട് അച്ഛനെ കുറിച്ച് 4 വരികൾ പറയുക. എന്തോരം നേരം അവർ പറയും? ഞാൻ അവർ നൽകിയ, ഐ എം ജസ്റ്റ് കൗണ്ടിങ് മൈ ബ്ലെസ്സിങ്സ്. ആ മനുഷ്യർ എന്നോട് കാണിച്ച കരുണ ഞാൻ തിരിച്ചോളൂ. എൻ്റെ വീക്ക്നെസ് ഇവരുടെ പിന്നാലെയുള്ള വിളികളും നിയന്ത്രണവും മോശം തരികയാണ് ഞാൻ സ്ട്രെങ്തായിട്ട് വരുന്നത്. അതുപോലെ ഇപ്പോൾ എന്നെ കുറേ പേര് ആക്ടർ എന്ന് വിളിക്കാറുണ്ട്. എന്നെ വിളിക്കുന്ന പരിപാടിയിൽ ബ്രാക്കറ്റിൽ RJ, റൈറ്റർ, ആക്ടർ, 2 പടം. വിജയ് സുബ്രഹ്മണ്യം ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നായിരുന്നു. വേറെ ഞാൻ വില്ലൻ വേഷമൊക്കെ ചെയ്തായിരുന്നു. നിങ്ങൾ കണ്ടോ? അങ്ങനെയാണ്. ഒരു പടത്തിലെ വില്ലനായിരുന്നു ഞാൻ. ചിരിച്ചിരി ചതിയൻ. അപ്പൊ എനിക്കിത് പറ്റുന്ന പണിയല്ല എന്ന് പറഞ്ഞാൽ പോകുന്ന ആളാണ്. എങ്കിലും ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സിസ്റ്റേഴ്സൊക്കെ സ്വാഗതം ചെയ്യുമ്പോൾ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ചീഫ് ഗസ്റ്റ് തൻ്റെ അഭിനയ പ്രതിഭയിലൂടെ നമ്മളെ ത്രസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മറ്റേ സുരാജ് എപ്പോ